അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ ആരാണ്? ദ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ വെച്ച് പറയുന്നത് രാഷ്ട്രീയക്കാരും അവരുമായി ബന്ധപ്പെട്ടവരുമാണെന്നാണ്. രാമന്റെ പേരിൽ ലാഭം ഉണ്ടാക്കി എന്നുമാണ്. ഇവരിൽ കൂടുതലും BJP-കാരാണെന്നതും പ്രത്യേകം കാണണം. അദാനി ഗ്രൂപ്പ് മുതലുള്ള കോർപ്പറേറ്റുകളും അയോധ്യയുമായി ബന്ധപ്പെട്ട ഭൂമി കച്ചവടത്തിൽ നിന്ന് ലാഭം കൊയ്തിട്ടുണ്ട്. ഭക്തിക്കും വിശ്വാസത്തിനും അപ്പുറം രാമനും അമ്പലവും റിയൽ എസ്റ്റേറ്റ് തരംഗത്തിനാണ് അയോധ്യയിൽ വഴിയൊരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകുന്ന സുപ്രീം കോടതി ഉത്തരവ് 2019 നവംബറിൽ വന്നതു മുതൽ 2024 മാർച്ച് വരെയുള്ള ഭൂമി രജിസ്റ്ററുകൾ പരിശോധിച്ചതിൽ നിന്നും ഭൂമി ഇടപാടുകൾ 30% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. രാമക്ഷേത്രം വരുമെന്ന് ഉറപ്പായതിന് പിന്നാലെ അയോധ്യയിലെ ഏകദേശം 25 ഗ്രാമങ്ങളിലും അയോധ്യയ്ക്ക് ഏകദേശം 15 കിലോമീറ്റർ ചേർന്ന് കിടക്കുന്ന ഗോണ്ട ബസ്തി ജില്ലകളിലുമാണ് ഭൂമി കച്ചവടം തകൃതിയായി നടന്നത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. 2500 ഭൂമി രജിസ്ട്രേഷനുകൾ ഇടക്കാല അടവിൽ നടന്നിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഭൂമി ഇടപാടുകൾ പിന്നിലുള്ളവർ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടവരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ ചൗന മേന്റെ മക്കളായ ചൗൻ ഖാൻ സെങ് മേൻ, ആദിത്യ മേൻ എന്നിവരാണ് 3.99 ഹെക്ടർ ഭൂമി വാങ്ങിയിട്ടുള്ളത്. 3.72 കോടി മുടക്കിയാണ് ഇത് വാങ്ങിയത്. 2022 സെപ്റ്റംബറിനും 2023 സെപ്റ്റംബറിനുമാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി ഗോണ്ട ജില്ലയിലെ മഹേഷ്പൂരിലാണ് അരുണാചൽ ഉപമുഖ്യമന്ത്രിയുടെ മക്കൾ ഭൂമി വാങ്ങിയത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. അയോധ്യയും ഗോണ്ടയും വേർതിരിക്കുന്ന സരസു നദിയുടെ കരയിലാണ് ഉപമുഖ്യമന്ത്രിയുടെ മക്കളുടെ ഭൂമി കിടക്കുന്നത്. 2023 ഏപ്രിൽ 25-ന് ഇവർ 0.768 ഹെക്ടർ ഭൂമിയും 98 ലക്ഷം രൂപയ്ക്ക് വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ജൂണിൽ അധികാരത്തിലേറിയ പുതിയ BJP സർക്കാരും ചൗന മേൻ അരുണാചലിന്റെ ഉപമുഖ്യമന്ത്രി തന്നെയാണ്. ഭൂമി വാങ്ങിയത് ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കാണെന്നാണ് ആദിത്യ മേൻ പ്രതികരിച്ചിട്ടുള്ളത്. BJP-യുടെ മുൻ MP ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷന്റെ ഉടമസ്ഥതയിലുള്ള നന്ദിനി ഇൻഫ്രാസ്ട്രക്ചർ ഗോണ്ടയിലെ മഹേഷ്പൂരിൽ വാങ്ങിയതാണ്. 0.97 ഹെക്ടർ ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്. അമ്പലത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറിയിട്ടാണ്. 2023 ജനുവരിയിലാണ് 1.15 കോടി രൂപ മുടക്കി കരൺ ഭൂഷന്റെ കമ്പനി ഭൂമി വാങ്ങിയത്. ഇതിൽ നിന്നും 635.72 സ്ക്വയർ മീറ്റർ 60.96 ലക്ഷത്തിന് അതേ വർഷം ജൂലൈയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ കൈസർഗഞ്ചിയിൽ നിന്നും കരൺ ഭൂഷൺ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയക്കാർ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും അവസരം മുതലാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് തലവൻ അഡീഷണൽ DGP അമിത് ഷായിന്റെ അമ്മ ഗീതാ സിംഗിന്റെ പേരിൽ ഗോണ്ട ജില്ലയിലെ മഹേശ്വർപൂരിലും ദുർഗാഗഞ്ചിലും അയോധ്യയിലെ യദുവംശപൂരിലും കൂടി 9.955 ഹെക്ടർ ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് 8 മുതൽ 13 കിലോമീറ്റർ വരെ അകലത്തിലാണ് ഈ ഭൂമിയെല്ലാം. 2022 ഫെബ്രുവരി മുതൽ 2024 ഫെബ്രുവരി 2 വരെയുള്ള കാലയളവിലാണ് ഈ ഭൂമി വാങ്ങലുകൾ നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി സഞ്ജയ് ഗുപ്ത IPSന്റെ ഭാര്യ ചേതന ഗുപ്ത അയോധ്യയിലെ ഭൻവിപൂരിൽ 35.92 ലക്ഷം രൂപ മുടക്കി 2022 ഓഗസ്റ്റ് 5-ന് 253 സ്ക്വയർ മീറ്റർ പാർപ്പിട ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്. റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മഹാബൽ പ്രസാദിന്റെ മകൻ അൻഷുൽ അലിഗഡിലെ അഡീഷണൽ SP പലാഷ് ബസാൽ, IPSന്റെ പിതാവ് ദേശ് രാജ് ബസാൽ, അമേഠി SP അനൂപ് കുമാർ സിംഗ്, IPSന്റെ ബന്ധുക്കളായ ശൈലേന്ദ്ര സിംഗ്, മഞ്ജു സിംഗ്, ഉത്തർപ്രദേശിലെ മുൻ DGP യശ്പാൽ സിംഗ്, മാധ്യമ മേഖലയിലെ റെയിൽവേയിലെ പ്രിൻസിപ്പൽ ചീഫ് പേഴ്സണൽ ഓഫീസർ അനുരാഗ് ത്രിപാഠിയുടെ പിതാവ് മദൻ മോഹൻ ത്രിപാഠി, ഹരിയാന യോഗ് ആയോഗ് ചെയർമാൻ ജയദീപ് ആര്യ, ഉത്തർപ്രദേശിലെ BJP MLA അജയ് സിംഗിന്റെ സഹോദരൻ കൃഷ്ണകുമാർ സിംഗ്, അനന്തരവൻ സിദ്ധാർത്ഥ്, ഗോയിസ്ഗഞ്ച് നഗർ പഞ്ചായത്തിലെ ചെയർപേഴ്സണായ BJP നേതാവ് വിജയ് ലക്ഷ്മി ജയ്സാൽ, അമേഠി ജില്ലയിലെ ചെയർപേഴ്സണായ BJP നേതാവ് രാജേഷ് അഗ്രഹാരി തുടങ്ങിയവരാണ് ഭൂമികൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. അദാനി ഗ്രൂപ്പ് മുതലുള്ള വൻകിട കോർപ്പറേറ്റുകളും അയോധ്യയിലെ അവസരം മുതലെടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ എന്നിവ ഏക്കർ കണക്കിന് ഭൂമിയായാണ് രാമക്ഷേത്ര പരിസരങ്ങളിലായി വാങ്ങിയത്. രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJP തങ്ങളുടെ പ്രധാന നേട്ടമായി അവതരിപ്പിച്ചത്. രാമൻ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് കൊണ്ടുവരാൻ വരുന്നു എന്ന് പാർട്ടി വിശ്വസിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചും. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടിരുന്നു. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചതും. BJPയുടെ തോൽവിക്ക് കാരണമായി പറഞ്ഞത് സിറ്റിംഗ് MPയോടുള്ള എതിർപ്പും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളോട്
വിശ്വാസികളോട് ചെയ്ത ചതികളുമായിരുന്നു. ക്ഷേത്രത്തിനായി ഭൂമി ഏറ്റെടുത്തതും അർഹമായ നഷ്ടപരിഹാരം നൽകാതിരുന്നതും ക്ഷേത്രപ്രദേശത്ത് കച്ചവടത്തിന് അനുമതി നൽകണമെന്ന് പറഞ്ഞ് പറ്റിച്ചതിനുമൊക്കെ ജനങ്ങൾ മറുപടി ഇതിലൂടെ കൊടുത്തിരുന്നു. തങ്ങൾ ഇങ്ങനെയൊരു ക്ഷേത്രം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നാണ് അയോധ്യയിലെ ഒരു പറ്റം ജനങ്ങളും പറയുന്നത്.